നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കോളിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കും. വിവിധ സ്കൂളുകളുടെ സഹകരണത്തോടെയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് ഒരുക്കുന്നത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെജിസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി കുട്ടികളുടെ ആരോഗ്യ, കായിക സംരക്ഷണ, വിദ്യാഭ്യാസം മുൻനിർത്തിയാണ് കട്ടപ്പന നഗരസഭ കോച്ചിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. സ്പോർട്സ് കൌൺസിൽ, വിദ്യാകരണം മുതലായ വകുപ്പുകളുടെ ഏകോപനത്തോടെ കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ നഗരസഭയിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികളെ ഉൾപ്പെടുത്തിയാണ് അവധിക്കാല കോച്ചിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഏപ്രിൽ 7-ന് ബാസ്കറ്റ്ബോൾ സമ്മർ കോച്ചിംഗ് ക്യാമ്പിന് കട്ടപ്പന ഡോൺ ബോസ്കോ സ്കൂളിൽ തുടക്കമാകും. തുടർന്ന് ഫുട്ബോൾ ക്യാമ്പ് സെന്റ് ജോർജ് ഗ്രൌണ്ടിലും, ക്രിക്കറ്റ് വെള്ളയാംകുടി നിർമ്മൽ ജ്യോതി സ്കൂൾ ഗ്രൌണ്ടിലും, വോളിബോൾ വെള്ളയാംകുടി സെന്റ് ജെറോം സ്കൂളിലും ആരംഭിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി പറഞ്ഞു. നമ്മുടെ ഈ മുനിസിപ്പാലിറ്റി മേഖലയിൽ സ്പോർട്സിൽ, പ്രത്യേകിച്ച് ഗെയിംസിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് കൃത്യമായ പരിശീലനം കൊടുത്ത് നമ്മുടെ നാടിൻ്റേതായിട്ടുള്ള ടീമിന് രൂപം കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മുനിസിപ്പാലിറ്റി നമ്മുടെ പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളുകളുടെയും പ്രധാന അധ്യാപകരുടെയും കായിക അധ്യാപകരുടെയും മീറ്റിംഗ് വിളിച്ചുകൊണ്ടായി. അതിൽ വെച്ച് ഓരോ സ്കൂളിലും ഓരോ ഗെയിംസ് ഐറ്റംസിന് പരിശീലനം കൊടുക്കുന്നതിനുള്ള ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. 7, 8, 9 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് നമ്മൾ പരിശീലനം കൊടുക്കുന്നത്. ഈ ഒരു വെക്കേഷൻ ടൈമിൽ അതിൻ്റെ പരിശീലനം നമ്മൾ ആരംഭിക്കും. വെക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ എല്ലാ ആഴ്ചയിലും അവർക്ക് പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കും. ഒരു വർഷക്കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു പരിശീലനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 7, 8, 9 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ പരിശീലനം കൊടുക്കുമ്പോൾ അവർ 12ാം ക്ലാസ് വരെയും പ്ലെയേഴ്സായി അവരുടെ സ്കൂളുകളിൽ കാണും എന്നുള്ളതാണ്. എല്ലാ വർഷവും 8ാം ക്ലാസ്, ഈ പറയുന്ന 8, 7, 8, 9 ക്ലാസ്സിൽ പഠിക്കുന്ന താല്പര്യമുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കോച്ചിങ് ക്യാമ്പ് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. കട്ടപ്പന മുനിസിപ്പാലിറ്റി പരിധിയിലെ സ്കൂളുകളിൽ 7, 8, 9 ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ക്യാമ്പിൽ പങ്കെടുക്കാൻ അവസരം. അവധിക്കാല ക്യാമ്പിന് ശേഷം ആഴ്ചയിൽ ഒരു ദിവസം വീതം പരിശീലനം തുടരും. ആലോചനാ യോഗത്തിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ലീലാമ്മ ബേബി, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, പ്രധാന അധ്യാപകർ, കായിക പരിശീലകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു കെജിസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക.